LDF കൺവീനർ ഇ പി ജയരാജൻ കൂടെ ചേരുന്നു. തെരഞ്ഞെടുപ്പ് തീയതിയായിട്ടുണ്ട്. ഏപ്രിൽ 26-നാണ്. വോട്ടെണ്ണൽ ജൂൺ 4. ഏപ്രിൽ 26-ന് തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി നേരത്തെ തന്നെ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു. ആദ്യഘട്ട പ്രവർത്തനമെന്നുള്ള നിലയിൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും ബൂത്ത് പ്രദേശങ്ങളിലും നമ്മുടെ സ്ഥാനാർത്ഥികൾ ജനങ്ങളുമായി അടുത്ത് ചെന്ന് സംസാരിക്കുകയും വീടുകളിൽ ചെന്ന് സംസാരിക്കുകയും ആളുകളെ കാണുകയും സ്ഥാപനങ്ങൾ, പള്ളികൾ, ചർച്ചുകൾ, ദേവാലയങ്ങൾ, ക്ഷേത്രങ്ങളെല്ലാം പോയി കണ്ടു. കച്ചവട സ്ഥാപനങ്ങൾ, കാർഷിക മേഖലകൾ, തോട്ടം മേഖലയിൽ എല്ലാം പോയി ജനങ്ങളുമായിട്ട് സംസാരിച്ചു. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ വോട്ടഭ്യർത്ഥനയുമായി ഈ കഴിഞ്ഞ 27-ന് ശേഷം ഈ ദിവസം വരെ ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ്. ആ സ്ഥാനാർത്ഥികളോടൊപ്പം ബഹുജനങ്ങളാകെ ഒരു വലിയ ജനക്കൂട്ടമായി വരികയാണ്. അത് വൈകുന്നേരമാകുമ്പോഴേക്കും ഒരു പ്രവാഹമാകുന്നുണ്ട്, വലിയ ഘോഷയാത്രകളാകുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള പരിപാടികളായിട്ട് സമാപിക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഒരു ഭരണമാറ്റം എന്തായാലും ഉണ്ടാകുമെന്നാണ്. ഇന്ത്യയിൽ BJP ഭരണം അവസാനിപ്പിക്കണം. ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിൽ അത് ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ അത് ഇലക്ട്രൽ ബോണ്ട് എത്ര കോടികളാണ്. വൻകിട കോർപ്പറേറ്റുകൾ, വൻകിട അഴിമതിക്കാർ, കൊള്ളക്കാർ അവരിൽ നിന്ന് കോടികൾ സമാഹരിച്ച് ഭരണമുണ്ടാക്കുകയല്ലേ. MLA-മാരെ വിലക്ക് വാങ്ങുകയല്ലേ, MP-മാരെ വിലക്ക് വാങ്ങുകയല്ലേ, സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഉണ്ടാക്കുകയല്ലേ, ഇലക്ഷൻ നടത്തുകയല്ലേ. ഇതാണോ ജനാധിപത്യം? ഈ ഇലക്ട്രൽ ബോണ്ടിൽ പണം വാങ്ങാത്ത പാർട്ടി ഒന്ന് CPIM, മറ്റൊന്ന് CPI. ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണ്. അതാണ് രാഷ്ട്രീയത്തിൻ്റെ തിളമ, അതാണ് തിളക്കം. നിർണായകമായ ഈ തിരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വേണ്ടി വോട്ടർമാർ കാത്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ അവരോട് പറയാനുള്ളത്, രാജ്യത്തിൻ്റെ ഭാവി ഇനിയൊരു തെരഞ്ഞെടുപ്പ് വേണോ? ഇതോടുകൂടി തെരഞ്ഞെടുപ്പ് അവസാനിക്കണോ? നിങ്ങൾക്കുള്ള ജനാധിപത്യപരമായ അവകാശങ്ങൾ ഉപയോഗിക്കാനുള്ള 5 വർഷത്തിൽ വരുന്നതാണ് നിങ്ങളുടെ വോട്ടവകാശം. ആ വോട്ടവകാശമുള്ള ജനാധിപത്യ സംവിധാനം നിലനിൽക്കണോ? ഇനിയൊരു തെരഞ്ഞെടുപ്പ് വേണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകണം. ജനാധിപത്യം അട്ടിമറിക്കുന്നവർ ദയനീയമായി പരാജയപ്പെടണം. രാജ്യത്തെ കലഹഭൂമിയാക്കി മാറ്റുന്നവരെ തോൽപ്പിച്ച് ജനാധിപത്യ ശക്തികൾ വിജയിക്കണം. ആ ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ വോട്ടർമാരെ നിങ്ങൾ നിങ്ങളുടെ വോട്ടവകാശം ഉപയോഗിക്കൂ. രാജ്യത്തെ രക്ഷിക്കൂ, നാടിനെ രക്ഷിക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ. അതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെയധികം നന്ദി.